ഫേസ് ടു ഫേസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഈ പ്രോഗ്രാമിൽ വന്നിരിക്കുന്നത് ജീവൻ സി ഗ്ലാഡ്സനാണ്. ജീവൻ ഇന്ന് എന്നോടൊപ്പം ഇരിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ജീവൻ ദൈവവചനത്തിലെ നിരവധി വാക്യങ്ങളും അധ്യായങ്ങളുമൊക്കെ കാണാതെ പഠിച്ച് മിടുക്കനായ ഒരാളാണ്. ദൈവവചനവുമായി ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങൾ വചനം പഠിക്കുമ്പോൾ അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരിക, മറ്റുള്ളവർക്കൊരു എൻകറേജ് ആക്കുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ജീവൻ്റെ ഒത്തിരി കഴിവുകളുണ്ട്. നല്ലൊരു കീബോർഡിസ്റ്റാണ്, നല്ലപോലെ പാട്ട് പാടും. അപ്പം ജീവൻ്റെ അനുഭവങ്ങളും പാട്ടും ഒക്കെ കേൾക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഒരുമിച്ച് ആയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഈ ജീവൻ്റെ പ്രോഗ്രാം കാണണം. ജീവനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പം ജീവൻ കീബോർഡും ഒക്കെ റെഡിയായി അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. പ്രധാനപ്പെട്ട ജീവൻ എന്നോടൊപ്പം ഇത് സംസാരിക്കാനുള്ള മെയിൻ കാരണം, ജീവൻ നിരവധി സങ്കീർത്തനങ്ങളും വാക്യങ്ങളും ഒക്കെ കാണാതെ പഠിച്ചു, ചർച്ചിൽ അത് പറഞ്ഞു കേൾപ്പിച്ചു, അങ്ങനെയുള്ള ഒരാളാണ്. അപ്പം അതൊക്കെ ആ അനുഭവങ്ങളും ആ ഒരു ജേർണി എങ്ങനെ അത് പഠിച്ചു എന്നൊക്കെയാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് സങ്കീർത്തനങ്ങൾ പഠിക്കാനായിട്ട് തുടങ്ങിയത്, ഏതൊക്കെ അധ്യായങ്ങളാണ് കാണാതെ പഠിച്ചിട്ടുള്ളത്, അതൊന്ന് പറയാമോ? ഞാൻ ഇത് തുടങ്ങിയത് ലാസ്റ്റ് ഇയർ നവംബർ മാസത്തിലാണ്. അപ്പം എൻ്റെ പപ്പ പറഞ്ഞായിരുന്നു, സൺഡേ സ്കൂളിൽ പറഞ്ഞായിരുന്നു, എല്ലാവരും സാംസ് 119, 176 വേഴ്സസ് പഠിക്കണമെന്ന്. 3 മാസം തരും. അപ്പം ഞാനിത് ആലോചിച്ചു, ഇതെനിക്ക് പഠിക്കാൻ പറ്റുമോ ഇല്ലയോ, എനിക്കിത് തീർക്കാവോ എന്നൊക്കെ ഞാൻ ആലോചിച്ചു. എന്നിട്ട് ഞാൻ എൻ്റെ അമ്മച്ചിയോടുത്ത് പറഞ്ഞപ്പോൾ അമ്മച്ചി പറഞ്ഞു, നീ തുടങ്ങ്, ഞങ്ങളെല്ലാവരും നിൻ്റെ സൈഡിലുണ്ടെന്ന് പറഞ്ഞു. പിന്നെ എന്നെ മോട്ടിവേറ്റ് ചെയ്ത് എൻ്റെ അപ്പ, അമ്മ, എൻ്റെ അനിയത്തി എല്ലാവരും എന്നെ മോട്ടിവേറ്റ് ചെയ്തു. അപ്പോൾ 3 മാസം കൊണ്ട് ഞാൻ ആ 176 വേഴ്സസ് പറഞ്ഞു തീർത്തു. അത് ഞാൻ പറഞ്ഞത് ഫെബ്രുവരി 2025 ആരെയാ പറഞ്ഞു കേൾപ്പിച്ചത്? ഇതെൻ്റെ ചർച്ചിലുള്ള ഒരു അങ്കിളിനെയാണ് പറഞ്ഞു കേൾപ്പിച്ചത്. സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന അങ്കിളിനെയാണ് ഞാൻ പറഞ്ഞു കേൾപ്പിച്ചത്. സാംസ് 119, 176 വാക്യങ്ങൾ എത്ര മിനിറ്റ് എടുത്ത് കാണും അത് പറയാനായിട്ട്? ഓർമ്മയുണ്ടോ? എത്ര മിനിറ്റ് കൊണ്ടാണ് അങ്കിളിനെ അത് പറഞ്ഞത്? 1 hour എടുത്തു. ഓക്കെ, വെരി ഗുഡ്. അപ്പം ഞാൻ ഈ സാംസ് 119 തീർത്തപ്പോൾ എനിക്കൊരാഗ്രഹം ചെറുതായിട്ട് തോന്നി, ഈ സാംസ് ഫുള്ളൊന്ന് പഠിച്ചു തീർത്താലോ എന്ന്. അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്തു തുടങ്ങി. അപ്പം സാംസ് 176 കഴിഞ്ഞപ്പം ഞാനിത് പറഞ്ഞു തുടങ്ങി. ചർച്ചിൽ ഓരോ ഫ്രൈഡേയും ഞാനിത് പറഞ്ഞു തുടങ്ങി. സാംസ് 1, സാംസ് 4, സാംസ് 13, സാംസ് 121, സാംസ് 91, സാംസ് 119, സാംസ് 134, സാംസ് 121, ഇങ്ങനെ നിരവധി സങ്കീർത്തനങ്ങളും ഞാൻ പറഞ്ഞു. എക്സലൻറ്റ്. അത് ശരിക്കും അത്രയും വാക്യങ്ങളും സങ്കീർത്തനങ്ങളും കാണാതെ പഠിക്കുക എന്നുള്ളത് ഒരു വലിയൊരു അച്ചീവ്മെൻ്റാണ്. പ്രത്യേകിച്ച് എല്ലാ കുട്ടികൾക്കും അങ്ങനെ സാധിച്ചിട്ടില്ല. ജീവൻ അത് എക്സെപ്ഷണലായിട്ട് അത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഞാനിപ്പം ചോദിക്കുകയാണ്, ഏതെങ്കിലും ഒരു സങ്കീർത്തനം, എല്ലാ അതും പറയാനുള്ള സമയം നമ്മുടെ മുമ്പിലില്ല, എങ്കിലും പെട്ടെന്നൊരു സങ്കീർത്തനത്തിൻ്റെ ഒരു ആദ്യത്തെ കുറച്ച് വാക്യങ്ങൾ പറയാൻ പെട്ടെന്ന് പറഞ്ഞാൽ ഏത് സങ്കീർത്തനമായിരിക്കും ആദ്യം? 91. ഓക്കെ, ഒന്ന് പറഞ്ഞു തുടങ്ങി. Whoever dwells in the shelter of Most High will rest in the shadow of Almighty. I will say of the Lord, He is my refuge and my fortress, my God in whom I trust. Surely He will save you from foul snare and from the deadly pestilence. He will cover with His feathers, and under His wings you will find refuge. His faithfulness. ജീവൻ ഇങ്ങനെ ഓടി പോവാണ്. നമുക്ക് ആകെ കുറച്ച് സമയം നമ്മുടെ ഇന്റർവ്യൂവിനുള്ളൂ. വേറെ സങ്കീർത്തനത്തിലാണെങ്കിൽ ഏത് സങ്കീർത്തനം പറയും? ഇപ്പൊ സാംസ് 91 ആണ് പറഞ്ഞത്. ഇനി ഏത് സങ്കീർത്തനം പറയും? 121. ഓക്കെ, പറഞ്ഞു. I lift up my eyes to the mountain. Where does my help comes from? My help comes from the Lord, the maker of heaven and earth. He will not let your foot slip. He who watches over you will not slumber. Indeed, he who watches over Israel will neither slumber nor sleep. The Lord... വെരി ഗുഡ് ജീവൻ ഇങ്ങനെ അങ്ങ് ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വെരി ഗുഡ്, എക്സലൻറ്റ്. അപ്പോൾ ഇനിയും എന്താണ് അടുത്തത്? ഈ ഇത്രയും അധ്യായങ്ങൾ പഠിച്ചു, അതുകൊണ്ട് നിർത്തുവാണോ അതോ ഇനിയും കൂടുതൽ പഠിക്കുക? എന്താണ് നമ്മൾ മനസ്സിൽ ഡ്രീം ചെയ്തിരിക്കുന്നത്?
ബൈബിൾ ഫുള്ള് പഠിച്ചെടുക്കുക. ബൈബിൾ ഫുള്ള് പഠിച്ചു തീർക്കുക. ഇപ്പം സങ്കീർത്തനങ്ങളാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്തത്. ഞാൻ ഫോക്കസ് ചെയ്യുന്നു. ഇനി നമ്മൾക്ക് നേരെ എപ്പിസ്റ്റിൽസിലേക്കൊക്കെ ഒന്ന് കയറി ഒന്ന് പഠിച്ചാലും അത് നല്ലതാണ്. ലേഖനങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചാലും നല്ലതായിരിക്കും. വെരി ഗുഡ്. അപ്പം ഈ ജീവൻ നല്ലതായിട്ട് പാട്ട് പാടും, കീബോർഡ് വായിക്കും, സ്കൂളിൽ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നുണ്ടോ? അങ്ങനെ സമ്മാനങ്ങൾ നേടിയിട്ടുള്ളതോ അല്ലെങ്കിൽ മത്സരം പങ്കെടുത്തു സമ്മാനം നേടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ പറയാമോ? ഇപ്പം എല്ലാ വർഷവും ഞങ്ങളുടെ സ്കൂളിൽ ടാലൻറ്റ് ഫെസ്റ്റ് ഉണ്ട്. സാൽവോസ് എന്നാണ് ഞങ്ങൾ പറയുന്നത്. എല്ലാ വർഷവും നമുക്ക് 7 ഐറ്റത്തിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. 4 ഓൺ സ്റ്റേജിലും 3 ഓഫ് സ്റ്റേജിലുമാണ്. അപ്പം ഞാൻ എല്ലാത്തിനും 7 പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പം എനിക്ക് 3 പ്രൈസ് കിട്ടിയായിരുന്നു. ഒന്ന് ഫസ്റ്റ് പ്രൈസ് കീബോർഡിന്, സെക്കൻഡ് പ്രൈസ് ലൈറ്റ് മ്യൂസിക്കിന്, തേർഡ് പ്രൈസ് വെസ്റ്റേൺ മ്യൂസിക്കിന്. എന്നിട്ട് ഞാൻ സ്കൂളിൽ തന്നെ തിരഞ്ഞെടുത്തിട്ട് ഞാൻ ഇൻ്റർനാഷണൽ കലാഞ്ജലി ഖത്തർ യൂത്ത് ഫെസ്റ്റിന് ഞാൻ പോയിട്ട് അവിടെ എനിക്ക് ഫസ്റ്റ് ഗ്രൂപ്പ് സോങ്ങിന് ഫോക്ക് മ്യൂസിക്കിന് എനിക്ക് ഫസ്റ്റ് കിട്ടുകയും ചെയ്തു. എക്സലൻറ്റ്. അപ്പം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും സ്കൂളിലെ പ്രോഗ്രാമിലും ചർച്ചിലും ഒക്കെ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ഫ്രൈഡേയിൽ നിങ്ങളുടെ ചർച്ചിൽ വന്നപ്പോഴും ആ ഓഫറിങ്ങിന് ടൈമിൽ ജീവൻ നന്നായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. നല്ല പാട്ടായിരുന്നു. ഏത് പാട്ടായിരുന്നു അന്ന് പാടി? എന്നും ഏതാണ്? നമുക്കന്ന് കീബോർഡ് വെച്ചിട്ടൊന്ന് പാടിയാലോ? അപ്പം ജീവൻ്റെ മനോഹരമായ നല്ല പാട്ട് പാടും. അപ്പോൾ ജീവൻ നമുക്ക് വേണ്ടി ഒരു പാട്ട് ഒന്ന് പാടാൻ വേണ്ടി പോവാണ്. നമുക്ക് ആ പാട്ട് കേൾക്കാൻ വേണ്ടി പോകണം കേട്ടോ. യെസ്, കീബോർഡ് വെച്ച് വായിച്ചോളൂ, പാടിക്കോളൂ. എത്ര മധുരമേ ഇത് നിൻ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണേ എന്നും. എത്ര സ്നേഹമേ ഇത്, എത്ര മധുരമേ ഇത് നിൻ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണേ എന്നും. എന്നും എൻ്റെ കൂടെ വേണമപ്പാ, എപ്പോഴും എൻ്റെ കൂടെ വേണമപ്പാ. എന്നും എൻ്റെ കൂടെ വേണമപ്പാ, എപ്പോഴും എൻ്റെ കൂടെ വേണമപ്പാ. എത്ര മധുരമേ ഇത് നിൻ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണേ എന്നും. എന്നും എൻ്റെ കൂടെ വേണമപ്പാ, എപ്പോഴും എൻ്റെ കൂടെ വേണമപ്പാ. മറക്കാനാകുമോ നിൻ ത്യാഗത്തെ, പിരിയാനാകുമോ നിൻ സ്നേഹത്തെ.
സ്നേഹത്താൽ എന്നെ നിറയ്ക്കണേ എന്നും. എത്ര സ്നേഹമേ ഇത്, എത്ര മധുരമേ ഇത്, നിൻ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണേ എന്നും. എന്നും എൻ്റെ കൂടെ വേണമപ്പാ, എപ്പോഴും എൻ്റെ കൂടെ വേണമപ്പാ, എന്നും എൻ്റെ കൂടെ വേണമപ്പാ, എപ്പോഴും എൻ്റെ കൂടെ വേണമപ്പാ. വെരി ഗുഡ്. നല്ലൊരു വർഷിപ്പ് ലീഡറും കൂടാണ് അല്ലേ? നല്ലതായിട്ട് പാടുന്നുണ്ട്, നന്നായിട്ട്. ഞാൻ തേഴ്സ്ഡേ കൊയറിനകത്തുണ്ട്, ഇംഗ്ലീഷ് വർഷിപ്പിൻ്റെ. ഓക്കെ, ചർച്ചിലെ കൊയറിന് ഇംഗ്ലീഷ് പാട്ടുകൾ പാടും. വെരി ഗുഡ്, എക്സലൻറ്റ്. അപ്പോൾ നന്നായിട്ട് പാടുന്നുണ്ട്. മ്യൂസിക് കീബോർഡ് പഠിക്കുന്നുണ്ടോ? പപ്പ പഠിപ്പിക്കും. പപ്പയാണ് പഠിപ്പിക്കുന്നത്. വെരി ഗുഡ്. എല്ലാ സാറ്റർഡേ മോർണിംഗ്. ഓ വെരി ഗുഡ്. നമ്മുടെ കൂട്ടുകാരോട്, ഇപ്പം ജീവൻ്റെ പ്രായത്തിലുള്ള ഒത്തിരി കൂട്ടുകാർ നമ്മുടെ ചർച്ചിലുണ്ട്, നമ്മുടെ രാജ്യത്തിലുണ്ട്. അവരോട് ദൈവവചനം പഠിക്കുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഇങ്ങനെ ദൈവവചനവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കാനായിട്ട് ഒരു സന്ദേശം കൊടുക്കാനാണെങ്കിൽ എന്തായിരിക്കും അവർക്ക് കൊടുക്കുന്നത്? ഓക്കെ, അങ്ങനെ ചോദിച്ചാൽ എൻ്റെ പ്രായം ഇപ്പം 12 years ആണ്. ഇപ്പം ഞാൻ നിങ്ങളോട് പറയുവാണ്, നമ്മുടെ അമ്മയും പപ്പന്മാരും പറയുന്നത് കേട്ടിട്ടുണ്ടായിരിക്കും, നമ്മൾ ദൈവവചനം പഠിച്ചാൽ നമുക്ക് പഠിക്കാനും എല്ലാത്തിനും ദൈവം നമുക്ക് കഴിവ് തരും. അപ്പം ഞാൻ നിങ്ങളോട് പറയുകയാണ്, എപ്പോഴെങ്കിലും സമയം കിട്ടുവാണേ ഒരു വാക്യം വെച്ച് ഒരു ദിവസം പഠിക്കുക, അല്ലെ 2 വാക്യം വെച്ച് 2 വാക്യം വെച്ച് പഠിക്കുക. ഒരു വാക്യത്തിന് നമുക്ക് വേണേൽ 2 മിനിറ്റ് മതിയായിരിക്കും. അപ്പം നമുക്ക് സാംസ് 119 കഴിയും, സാംസ് കഴിയും, ബൈബിൾ നമുക്ക് ഫുള്ള് പഠിച്ചു തീർക്കാൻ പറ്റും. അപ്പം നിങ്ങൾ പഠിക്കുക എന്ന് പറയും. ഈ വചനം നമ്മുടെ അകത്ത് കയറുമ്പോൾ നമുക്ക് ഏറ്റവും പ്രയോജനം എന്താണെന്നറിയാമോ? ജീവന് നമുക്കിപ്പോൾ വചനം നമ്മളിങ്ങനെ പഠിക്കുന്നു, അതെപ്പോഴാണ് അതിൻ്റെ പ്രയോജനം നമ്മുടെ ലൈഫിൽ വരുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ വലുതാകുമ്പം ഒരു ക്രൈസിസിൽ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ അകത്തുള്ള ആ വചനം നമ്മളോട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങും. കാരണം വചനത്തിന് എപ്പോഴും എന്തുണ്ട്? ജീവനുണ്ട്. അത് പെട്ടെന്ന് നമ്മൾ ഒരു ഉദാഹരണത്തിന് പെട്ടെന്ന് നമ്മളാണെങ്കിൽ ഒരു രോഗിയായി മാറുക, അല്ലെങ്കിൽ ഒരു രോഗത്തിൽ കൂടെ പോവുക. അപ്പോൾ പെട്ടെന്ന് നമ്മൾ പഠിച്ചൊരു വാക്യം നമ്മുടെ അകത്ത് വരിക. എന്തായിരിക്കും വാക്യം വരുന്നത്? ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. അപ്പോൾ ആ വചനം അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഭയങ്കര ഒരു എനർജി നമുക്ക് കിട്ടി. ആ വചനം നമ്മളോട് സംസാരിച്ചു. നമുക്ക് ഒരു ജീവിതത്തിൽ കൂരിരുളിൻ്റെ അനുഭവത്തിലൂടെ നമ്മൾ പോകുന്നൊരു സാഹചര്യം നമുക്ക് വരുക. അപ്പോൾ പെട്ടെന്ന് നമ്മൾ പഠിച്ചൊരു വാക്യം ഏതായിരിക്കും? കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. ഈ വാക്യങ്ങൾ നമ്മളോട് സംസാരിക്കാനാണ് വചനത്തിൻ്റെ ശക്തി നമ്മളിൽ വെളിപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ ചെറുപ്രായത്തിൽ, ഇനിയിപ്പോൾ കുറച്ചുകൂടെ പ്രായമായി കഴിയുമ്പോൾ നമുക്ക് ഈ മെമ്മറി കുറച്ച് കുറയും, അന്നേരം നമുക്ക് പഠിക്കാൻ പറ്റാതായി പോകും. അപ്പോൾ ഈ ചെറുപ്രായത്തിൽ നമുക്ക് എത്രയും, ഇപ്പം നമ്മുടെ മെമ്മറി ഭയങ്കര ഷാർപ്പാണ്. അപ്പോൾ എത്രയും നമ്മൾ പഠിക്കുന്നോ അത്രയും നമ്മുടെ ബുദ്ധി നമ്മൾ വികസിച്ചുകൊണ്ടിരിക്കും, നമ്മുടെ മെമ്മറി ഷാർപ്പായിക്കൊണ്ടിരിക്കും. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കണം, വചനങ്ങൾ പഠിക്കണം. അനേക കൂട്ടുകാരോട് ഇതിനെ എൻകറേജ് ചെയ്യണം പഠിക്കാനായിട്ട്. ഓക്കെ, ഇനിയും ഇപ്പോൾ ഇത്രയും നേരം നമ്മൾ കുറേ കാര്യങ്ങൾ ജീവൻ്റെ ബൈബിൾ പഠനവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ സംസാരിച്ചത്. സ്കില്ലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. ഇനിയും അല്പം വീട്ടുകാര്യങ്ങൾ, വീട്ടിൽ ആരൊക്കെയുണ്ട് അവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താനും ഒക്കെയുള്ള സമയമാണ്. എനിക്ക് എൻ്റെ അമ്മയുണ്ട്, പപ്പയുണ്ട്, അനീത്തിയുണ്ട്. അവരുടെ പേരൊക്കെ പറയണം. പപ്പയുടെ പേര് ഗ്ലാഡ്സൺ ജെയിംസ്, അമ്മയുടെ പേര് അനു ഗ്ലാഡ്സൺ, എൻ്റെ പേര് ജീവൻ സി ഗ്ലാഡ്സൺ, ഹന്ന സാറ ഗ്ലാഡ്സൺ. എനിക്കൊരു അമ്മച്ചിയോടുണ്ട്, ലൈസാമ്മ ജെയിംസ് എന്നാണ് അമ്മച്ചിയുടെ പേര്. എൻ്റെ 2 അപ്പച്ചന്മാരും അമ്മച്ചിമാരും മരിച്ചു പോയായിരുന്നു. അപ്പം എൻ്റെ ആൻറ്റി ഉണ്ട്, പപ്പയുടെ പെങ്ങളുണ്ട്, പിന്നെ എൻ്റെ അമ്മയുടെ 3 ബ്രദറും 2 സിസ്റ്ററും ഉണ്ട്. വെരി ഗുഡ്. അപ്പം കുടുംബത്തിൻ്റെ കാര്യങ്ങൾ ഏകദേശമൊക്കെ ഒന്ന്
നമുക്ക് മനസ്സിലായി എന്താകണം എന്നാണ് മനസ്സിലൊരു ആഗ്രഹം. ഇപ്പോൾ ചെറുപ്രായത്തിൽ നമുക്കൊരാഗ്രഹമുണ്ട്, ഡ്രീം ഉണ്ടല്ലോ, എനിക്കിന്നത് ആകണം, ഇങ്ങനെയൊക്കെ ഒരു ഡ്രീം ഉണ്ടല്ലോ. അങ്ങനെ പറയുവാണെങ്കിൽ എന്തായിരിക്കും ജീവൻ്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത് എന്തായിരിക്കും? എനിക്ക് മോസ്റ്റ് ഓഫ് ദ ടൈം മിഷണറിയും പിന്നെ അതുകൂടാതെ എനിക്കൊരു പൈലറ്റും ആവണമെന്ന് എനിക്ക് ആഗ്രഹം. വെരി ഗുഡ്. എങ്ങനെയാണ് അത്, എവിടെ നിന്നാണ് അത് ആ ഒരു ഡ്രീം വന്നത്, അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ കിട്ടിയത് എവിടെ നിന്നാണ്? ഇൻസ്പിറേഷൻ കിട്ടുന്ന ചോദിച്ചാൽ ഫ്രണ്ട്സ് പറഞ്ഞാണോ അതോ എനിക്ക് എൻ്റെതായിട്ട് വന്നേ? എവിടെയെങ്കിലും വീഡിയോ കണ്ടോ? ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ട്. റൈറ്റ് ബ്രദേഴ്സിന്റെ കാര്യങ്ങളും. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഇപ്പം ആവിയേഷൻ പൈനേഴ്സ് വേ പൈലറ്റുമാർക്ക് പറയുന്നതാണ് ഏറ്റവും ഹാർഡസ്റ്റ് ജോലി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം എനിക്കൊരു പൈലറ്റ് ആണെന്ന് എനിക്ക്. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തരുന്നൊരു ദൈവമുണ്ട്. അപ്പം എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു കാര്യം, എനിക്ക് മോസ്റ്റ് ഓഫ് ദ ടൈം എനിക്കൊരു മിഷണറി ആയിട്ടൂടെ നിൽക്കണം കൂടെ, അലോങ് വിത്ത് മൈ ജോബ് എന്നാണ് ജീവൻ പറഞ്ഞത്. അതൊക്കെ ഒരു വലിയ കാര്യമാണ്. തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു വലിയ ഒരു ഭാഗ്യമാണ്. അപ്പം അതുപോലെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാനും അതുപോലെ തന്നെ നമുക്കൊരു നല്ല കരിയർ ബിൽഡപ്പ് ചെയ്യാനും ദൈവം സഹായിക്കട്ടെ. കൂടുതൽ ഇനി പഠിക്കുക, കൂടുതൽ വളരുക, ഒത്തിരി പേരെ മോട്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ നമ്മുടെ ലൈഫൊക്കെ ഒത്തിരി അനുഗ്രഹിക്കപ്പെടും. ദൈവം അതിനായിട്ട് എല്ലാ അനുഗ്രഹങ്ങളും തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇനിയും കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകണം. എൻ്റെ ആഗ്രഹം മേ ബി അടുത്ത നമുക്ക് വീണ്ടും ഇതുപോലെ വന്നിരിക്കണം, ഒരു ഇൻ്റർവ്യൂ നമ്മൾ ഇരിക്കണം. അപ്പം അന്നേരം ചിലപ്പം ജീവൻ അടുത്ത തലത്തിലേക്ക് അച്ചീവ് ചെയ്തിട്ട് അടുത്ത തലങ്ങളിലേക്ക് പോകുന്ന ഒരു വ്യക്തിയായിട്ടായിരിക്കണം എൻ്റെ അടുത്ത് വന്നിരിക്കാനായിട്ട്. അത് അനേക കുഞ്ഞുങ്ങൾക്ക്, അനേക ആൾക്കാർക്ക് ഒരു മോട്ടിവേഷനായിട്ട് മാറണം. ഇനി നമ്മുടെ പ്രേക്ഷകരോട് ജീവന് എന്തെങ്കിലും, ഞാൻ ചോദിക്കാത്ത ചില കാര്യങ്ങൾ കാണും, അല്ലെ ഞാൻ എൻ്റെ ഇൻ്റർവ്യൂവിൽ ഞാൻ ക്വസ്റ്റ്യനിൽ ഉൾപ്പെടാത്ത കാര്യം ഉണ്ടാകും, പക്ഷേ ജീവന് അത് പറയണമെന്നൊരു തോന്നലുണ്ടാകും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തായിരിക്കും പറയാനുള്ളത്? എന്തെങ്കിലും എനിത്തിങ് ഐ മിസ്ഡ് ഇറ്റ്? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു അങ്കിളെ, പക്ഷെ അങ്കിൾ അത് എൻ്റെ ചോദ്യത്തിലൊന്നും ഉൾപ്പെടുത്തിയില്ല, അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല, എല്ലാം നമ്മൾ മിക്സ്ഡ് ആയിട്ട് പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. പപ്പ കർത്തൃവേലയിലാണ്, മമ്മി ജോലിയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. അപ്പം അവരെത്രമാത്രമാണ് ഈ ജീവനെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ആരാണ് കൂടുതൽ പഠിപ്പിക്കുകയും ഈ വചനമൊക്കെ പഠിപ്പിക്കാൻ ജീവൻ തന്നെയാണോ അതോ അവരുടെ ഒരു ഹെൽപ്പ് ഉണ്ടോ? ആണോ? അവരുടെ സപ്പോർട്ടോടെയാണ് ഞാനത് തുടങ്ങിയത്. ഓക്കെ. പിന്നെ എൻ്റെ അമ്മ, എസ്പെഷ്യലി അമ്മയാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്തത്. അമ്മയാണ് എന്നെ ഇങ്ങനെ പഠിക്കാൻ എന്നെ പ്രോത്സാഹിപ്പിച്ചത്. അതേപോലെ തന്നെ പപ്പയുണ്ട്. പപ്പ മോസ്റ്റ് ഓഫ് ദ ടൈം എനിക്ക് വാക്യങ്ങളും ഈ ഹോളി കമ്മ്യൂണിനെക്കുറിച്ചും സാൽവേഷനെ കുറിച്ചൊക്കെ പറഞ്ഞു തരാറുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ പേരൻസ് ശരിക്കും പറഞ്ഞാൽ ഒരു കുട്ടിയുടെ, ഒരു കുഞ്ഞിൻ്റെ വളർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്ന ആളുകളാണ് ഫാദറും മദറും. അപ്പം അവരാണ്, അവരുടെ തിരക്കുള്ള ജീവിതമാണെങ്കിലും അവരുടെ സപ്പോർട്ടിലുമാണ് നമ്മൾ വളർന്നു വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് പ്രോഗ്രാം കാണുന്ന ഒത്തിരി കൂട്ടുകാർ അവരുടെ മാതാപിതാക്കൾ അവർ പറയുന്നത് കേൾക്കാനും അവർ പറയുന്നത് അനുസരിക്കാനും അതൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണ്. നമ്മുടെ മാതാപിതാക്കൾക്ക് ഈ യേശു കർത്താവ് എങ്ങനെയായിരുന്നു അറിയാം? ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ടോ? യേശു തൻ്റെ മാതാപിതാക്കൾക്ക് കംപ്ലീറ്റ്ലി ഒബീഡിയൻ്റ് ആയിരുന്നു. അപ്പം ചില സമയങ്ങളിൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മൾ പറയുന്നത് നമുക്ക് ഇറിറ്റേഷൻ തോന്നാറില്ലേ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? പപ്പായും മമ്മിയൊക്കെ പറയുന്ന കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങൾ, എന്തിനാ വെറുതെ ഇങ്ങനെ എന്നോട് ഇങ്ങനെ അങ്ങനെ തോന്നും. എന്നാലും ഇടയ്ക്കൊക്കെ തോന്നാറുണ്ട്. പക്ഷെ എന്നാലും നമ്മളത് ഒരു ബുദ്ധിമുട്ട് തോന്നിയാലും നമുക്കത് അനുസരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു അനുഗ്രഹമായിട്ട് നമ്മുടെ ലൈഫിൽ പിന്നീട് ലൈഫിൻ്റെ ശരിക്കും നമുക്ക് അതിൻ്റെ ഒരു റിയൽ റിസൾട്ട് നമ്മൾ അനുഭവിക്കുന്ന എപ്പോഴാണെന്നറിയാമോ? നമ്മൾ കുറച്ചുകൂടെ പ്രായമാകുമ്പോഴാണ്. നമ്മൾ ടീനേജ് ഒക്കെ കഴിഞ്ഞ് യൂത്തിലേക്ക് കയറി പിന്നെ നമ്മൾ ജോലിയൊക്കെ ആകുമ്പോഴാണ് നമ്മളിപ്പം ചെയ്തതിൻ്റെയൊക്കെ ശരിക്കുമുള്ള റിസൾട്ടുകൾ
നമ്മൾ അന്നാണ് അനുഭവിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം പപ്പായും മമ്മിയും ജീവൻ്റെ ലൈഫിലെ ബിൽഡപ്പ് ചെയ്യുന്നതിന് ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ദൈവം പിന്നെയും ജീവനെ കൂടുതൽ നല്ല മിടുക്കനായിട്ട് വളരാനായിട്ട് സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അപ്പം ജീവന് അല്പസമയം ഈ കാര്യങ്ങൾക്ക് ഷെയർ ചെയ്തത്, നല്ല പാട്ട് പാടിയതിന് പ്രത്യേകം നന്ദി പറയുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത്രയും സമയം വളരെ മനോഹരമായിട്ട് ജീവൻ നമ്മളോട് സംസാരിച്ചു. എത്ര മനോഹരമായിരുന്നു ആ പാട്ടൊക്കെ പാടിയതും ബൈബിൾ വാക്യങ്ങൾ പറഞ്ഞതും ഒക്കെ ഭയങ്കര ഒരു ഇൻസ്പയറിംഗ് ആയിരുന്നു. അപ്പോൾ ഇത് കാണുന്ന കുഞ്ഞുങ്ങളും മാതാപിതാക്കളും ഒരുപോലെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്കിതുപോലെ ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും. അത് നിങ്ങൾ എടുക്കുന്ന സമയമാണ്, നിങ്ങൾ ആ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. എത്ര തിരക്കുള്ള ജീവിത തിരക്കിലാണെങ്കിലും നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാനും അവരെ ആത്മീക കാര്യത്തിൽ വളർത്തിയെടുക്കാനും നിങ്ങൾ ഉത്സാഹിക്കണം. ഈ ചെറുപ്രായത്തിലാണ് നമുക്ക് ഒത്തിരി വാക്യങ്ങൾ പഠിക്കാൻ പറ്റുന്നത്, വചനങ്ങൾ പഠിക്കാൻ പറ്റുന്നത്. അതിനായിട്ട് നിങ്ങൾ ഉത്സാഹിക്കണം. വളരെ മനോഹരമായി നമ്മളോടൊപ്പം ജീവൻ സംസാരിച്ചു. ഇനിയും മറ്റൊരാളുമായിട്ട് ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് എത്തും. അണ്ടിൽ ദെൻ, ഇറ്റ്സ് മീ അനിൽ ഇലന്തൂർ. ഗാഡ് ബ്ലസ് യു.